നമസ്കാരം, വെട്ടൻ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. താനാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിലവിൽ ഒഴിവുള്ള ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ 7 ലക്ഷം രൂപ ചെലവഴിച്ച് താനാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ച ഫുള്ളി ഓട്ടോമാറ്റിക് ബയോകെമിസ്ട്രി മെഷീനിന്റെയും ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച ലാബിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ആരോഗ്യവകുപ്പിന്റെ 7 ലക്ഷം രൂപ ചെലവഴിച്ച് താനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ച ഫുള്ളി ഓട്ടോണമസ് ബയോകെമിക്കൽ മെഷീനിന്റെയും ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച ലാബിന്റെയും ഉദ്ഘാടനം വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. ആരോഗ്യ സൂചിയുടെ കാര്യത്തിലും ജനങ്ങളുടെ ആരോഗ്യ നിലവാരത്തിലും ലോകത്തിലെ മികച്ച വികസിത രാജ്യങ്ങളിൽ നിലവാരത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണുന്നത്. ആർദ്രം മിഷനിലൂടെ പൊതുജനാരോഗ്യ രംഗം ശക്തമാക്കി ആരോഗ്യ മേഖലയിൽ കാതലായ മാറ്റങ്ങളാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക അധ്യക്ഷനായി. ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ജില്ലാ ലാബ് ഓഫീസർ പി ഇബ്രാഹിം കൈമാറി. ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ ഷാഫി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുൾ റസാഖ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സൽമത്ത്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ അമീറ, കെ വി സിനി, പി സതീശൻ, അംഗങ്ങളായ ഷെരീഫ ബഷീർ, കെ ഫാത്തിമ ബീവി, മെഡിക്കൽ ഓഫീസർ നിഗാർ ഖാസിം, അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ കെ ശാലിനി, ആശുപത്രി വികസന സമിതി അംഗങ്ങളായ മുജീബ് താനാളൂർ, എൻ പി അബ്ദുൽ ലത്തീഫ്, PPM ബഷീർ, സുലൈമാൻ അരീക്കാട് എന്നിവർ സംസാരിച്ചു. വെട്ടൻ ന്യൂസ്, താനാളൂർ.